പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൊതച്ച് മൂടി കിടക്കുന്ന എന്തിനീ ഫാൻ അങ്ങ് നിർത്തിയാ പോരെ? അമ്മ 2 ദോശ തന്നു വിടാം. കൊടയും കൊണ്ടത് അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാവോ? അമ്മമ്മയ്ക്ക് ഒന്നുമില്ല, ഇന്നലെ പറഞ്ഞല്ലേ കൊണ്ടുചെല്ലണേന്ന്. എടുക്കട്ടെ? പതുക്കെ പോണം, അവിടെ തെന്നല്ലേ കേട്ടോ, തെന്നല്ലേ. കൊട വെളിയിലല്ലേ? സൂക്ഷിച്ചു പോണേ. ചെരുപ്പൊന്ന് കുടഞ്ഞിട്ടിടേ. ഇന്ന് കഴുകി വെക്കണം. അപ്പുറത്തൂടെ പോവോനെ, അപ്പുറത്തൂടെ പോക്കള, തെന്നൂടാ. വലിയ ദോശയും കുഞ്ഞു ദോശയും മോനിക്കുട്ടെ. ബാ, മുടി വെട്ടിച്ചില്ലല്ലോ മോന്. ചായ ഇരിപ്പുണ്ടോ അവിടെ? കമത്തല്ലേ കേട്ടോ, ചായ കമത്തരുത്. കഴിപ്പും കൂടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രിയങ്ങളെ, ഇന്നത്തെ ദിവസം രാവിലെ എന്തൊരു തണുപ്പും മഴയായിരുന്നു. ഇപ്പൊ മഴ തോറുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല, മഴ പെയ്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര തണുപ്പും. ഫാനിന്റെ കാറ്റടിക്കുമ്പോഴത്തേക്ക് ദേഹമെല്ലാം നുള്ളിപ്പറിക്കുന്ന വേദനയാണ്. അപ്പൊ മോനിക്കുട്ടൻ അവിടെ ഫാനിട്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇനി അടുക്കളയിലോട്ട് പോരുന്നത്.
കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, തുണി കഴുകാൻ വാഷിംഗ് മെഷീനകത്തോട്ട് ഇടണം. നമ്മുടെ ചാനലിലൊക്കെ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഗുളിക കഴിക്കാനുണ്ട്. ഗുളിക കഴിക്കാനുണ്ട്. പിന്നെ കുറച്ചു നേരം നമ്മുടെ ഫോൺ എടുത്ത് വെച്ച് കുറച്ച് കമന്റുകളൊക്കെ നോക്കി. മോനിക്കുട്ടന് ലോഷൻ എടുത്ത് കളഞ്ഞ കാര്യം പറഞ്ഞു. ഞാനത് ശരിക്കും പറഞ്ഞ എന്താ പറയുക, അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടൊന്നും ചെയ്തതല്ല. അവര് പറയുന്നത് ഞാൻ ദുരുദ്ദേശത്തോടെ ചെയ്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനത് എന്താ പറയുന്നത്, മോനിക്കുട്ടൻ ഒരു തെറ്റ് ചെയ്ത് അത് വഴക്ക് പറഞ്ഞു. അത് നമ്മുടെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. അത് കുഞ്ഞുങ്ങളിപ്പം തെറ്റ് ചെയ്താൽ മറച്ചു വെച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞാലും അംഗീകരിക്കും. നല്ലതാന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതാണോ ചീത്തയാണോ നമ്മൾ അറിഞ്ഞാൽ പോലെ. ഞാൻ അതിനകത്തൊന്നും ഒരു ഇതും ഇല്ലാതാണ് ആ വീഡിയോയ്ക്കകത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ കമന്റിനകത്ത് പറഞ്ഞു, കുട്ടികളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ നാണം കെടുത്തുവാണ്, അപമാനിക്കുവാണ്. എന്തുവാ, സ്കൂളിൽ പോകുന്ന കൊച്ചല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെ എന്തിനാ നിങ്ങൾ വിചാരിക്കുക? നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ കരുതുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. പിന്നെ ഈ പറയുന്നത് നമ്മളെ ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെടുന്നവരും ചാനൽ കാണും, നമ്മളെ പറ്റി എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം, അത് ശരിയാണ്. പക്ഷെ ഇതിനകത്തൊന്നും അത്ര വലിയ സംസാരത്തിന്റെ ആവശ്യമില്ല. നീ ഇപ്പം ഞാനത് പറഞ്ഞത് മോനിക്കുട്ടന് വിഷമമായി എന്ന് വിചാരിച്ച് പറഞ്ഞതാണെങ്കിൽ തന്നെ അവൻ അതിനകത്തൊന്നും യാതൊരു ഫീലിങ്സും ഇല്ല. കാരണം ഇവനെക്കാട്ടിലും ഭയങ്കര കുസൃതിയായിരുന്നു മുത്ത്. ഞാൻ മുത്തിന്റെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പറയുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, കുഞ്ഞുങ്ങൾ കുസൃതി കാണിക്കുമ്പോൾ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പഴി കേട്ട ഒരു അമ്മയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. അപ്പൊ ഞാൻ അവരോടൊക്കെ ഇപ്പം പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്, അതോർത്ത് സങ്കടപ്പെടണ്ട, അവർ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും, നമ്മൾ അവരോടൊപ്പം ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അപ്പൊ മുത്തിനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പൊ ഞാൻ മുത്ത് നല്ല കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാല് മുത്തിനെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ചെറുപ്പം മുതൽ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, അവരംഗീകരിക്കും ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നതല്ല, അവരുടെ മുമ്പിൽ എങ്ങനെയാണോ കുട്ടി, അവർക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു അതനുസരിച്ച് നമ്മൾ ഒരു വ്യക്തിയെ പറ്റി ഒരു തീരുമാനം പറയുള്ളൂ. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. അപ്പം മുത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയായിരുന്നു അവൻ. അപ്പൊ അതെനിക്ക് അന്നത്തെ എന്റെ പ്രായത്തിൽ എനിക്കത് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ അവനെ വഴക്ക് പറയും, അടിക്കും, ഞാൻ കരയും, ദിവസവും ഇത് തന്നെയായിരുന്നു എനിക്ക്. ഞാൻ അവനെ ഓർത്ത് കരയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. കാരണം സ്ഥിരം കംപ്ലൈന്റ് ഇങ്ങനെ പറയുമ്പം നമുക്ക് വിഷമമാണ്. നമ്മുടെ കുഞ്ഞിനോട് കുറെ കാര്യങ്ങൾ ക്ഷമയോടെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഏജ് അല്ല എന്റേത്. ഇപ്പൊ ഞാൻ അവരോട് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ടാണ് അവരെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ എന്റെ ദേഷ്യം ഞാൻ അവരോട് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ല. എന്റെ ആ സമയത്തൊക്കെ ആ ഭയങ്കര പ്രശ്നം. ഇതെല്ലാം ഞാൻ ഈ വീഡിയോസിലൊക്കെ പറയുന്നതിന്റെ കാരണം ഇപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന അമ്മമാരെ എനിക്കറിയാം. എനിക്ക് പേഴ്സണലി എനിക്ക് പരിചയമുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ട് ലൈഫേ പോയി എന്ന് പറഞ്ഞിട്ട് അവരുടെ അല്ലാത്ത ഫാമിലി ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു എന്താ സ്ട്രെസ്ഡ് ആവരുത്. അത് ഒരു ഏജ് ആകുമ്പോൾ മാറും. അത് ഒരു കുട്ടി കുസൃതിയാണെന്ന് കണ്ടാൽ സ്കൂളിലാണെങ്കിലും പുറത്താണെങ്കിലും ആ കുട്ടിയുടെ മണ്ടലോട്ട് എല്ലാ കുറ്റവും വെച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവനെ ശിക്ഷിക്കാവൂ. അതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ അങ്ങനെ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള 100,000 കാര്യങ്ങൾ മനസ്സിലോർത്താണ് ഞാൻ എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്നത് നാണം കെടാൻ തക്ക പോലെ ഒരു തെറ്റല്ലല്ലോ ചെയ്ത്. എല്ലാ കുട്ടികളും എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ എടുത്തില്ല കണ്ടില്ല എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ചെയ്ത കാര്യം. അത് ഒരു എത്ര സത്യസന്ധന്മാരായ അമ്മയപ്പനുമാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ അതങ്ങനെ പറയുന്നതാണ്. അത് വലിയ തെറ്റൊന്നുമല്ല. ഇതൊരു ലോക സഹജമായിട്ടുള്ള കാര്യമാണ്. അതിനൊന്നും പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ ഭാവിക്കൊന്നും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അവൻ സ്ട്രെസ്ഡ് ആവത്തില്ല. അവന്റെ മെന്റൽ സ്ട്രെങ്തിനെ അതൊന്നും ബാധിക്കത്തുമില്ല. കാരണം അവൻ ഭയങ്കര പവർഫുള്ളാണ്. ജാവ പവർഫുൾ ആണെന്ന് പറയുന്ന പോലെ എന്നെക്കാളും പവർഫുള്ളാണ് എൻ്റെ മുത്തും മോനിക്കുട്ടനും കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും ഒന്നുപോലെയല്ല. ചെറിയൊരു കാര്യത്തിൽ പോലും മനസ്സുമെടുക്കുന്ന വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്തേണ്ടി. ഇവരെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ പൊതുവായ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പൊ ആ കമന്റും അതിനുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.
അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ അതേപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. അതേന്ന് പറഞ്ഞൊന്നും ഇരിക്കുന്നില്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്റെ ദൈവമേ. ഒരു ദിവസം കടന്നു പോവാൻ ഞാനേ പാത്രം കഴുകാനെല്ലാം കൂടെ സിങ്കിലോട്ട് വെച്ചിട്ട് തുണി കഴുകാനുള്ള ഇട്ടിട്ടെ. കുറച്ച് തുണികൾ അവിടെ ഉണങ്ങി കിടപ്പുണ്ട്. അതിപ്പോ മഴയായതുകൊണ്ട് ഒരു തണുപ്പാണ് ആ തുണിയിൽ. എനിക്ക് മടിയാണ്. ഇച്ചിരി വെയിൽ വന്നതിന്റെ കൊള്ളാൻ. പിന്നെന്താണ്, ഇന്ന് ചോറ് കഴിക്കാൻ ഇരിപ്പുണ്ട്. അമ്മ ചക്ക ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ കിളിമീൻ മേടിച്ചിട്ട് കൊടുത്തു. അമ്മയ്ക്ക് മീൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഒക്കെ മേടിച്ച് ഇച്ചിരി ഇരിപ്പുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മ വിളിച്ചു പറഞ്ഞു കുറച്ച് മീൻ മേടിക്കാൻ പോകും, അമ്മയ്ക്ക് ഇച്ചിരി മീൻ കൂട്ടാൻ ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മീനൊന്നും കൊള്ളത്തില്ലെന്നൊക്കെയാ പറയുന്നതെന്ന്. പിന്നെ അമ്മ പറഞ്ഞതിന്റെ പേരില് ചെറിയ കിളിമീനില്ലേ, അത് 100 രൂപയ്ക്ക് വാങ്ങിച്ചു. പക്ഷെ അത് കട്ട് ചെയ്ത് കിട്ടിയില്ല, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നേ. അപ്പം സ്ഥിരം നമുക്ക് അത് കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പൊ അത് വാങ്ങിച്ച് ഇന്നലെ അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചക്കയും വേവിച്ച്, ആ കിളിമീൻ കറി വെച്ച്, മോരുകറി വെച്ചു, ചോറുണ്ട്, സാമ്പാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് പാചകം രഹി. എനിക്ക് റെസ്റ്റ് എടുക്കണം പ്രിയങ്ങളെ. ഗുളിക കഴിച്ചെന്ന് വിചാരിച്ച് പെട്ടെന്ന് കുറയത്തില്ലല്ലോ, വേദനയാണ്. ഒന്ന് കിടക്കണം, റെസ്റ്റ് എടുക്കണം. ആരാ കൈക്ക് വല്ലാവേ കാലൊക്കെ ഇങ്ങനെ നൂത്ത് വെച്ചേക്കുന്നത് എനിക്ക് ഞാൻ ഉണരുമ്പോ എനിക്കൊന്ന് ഇപ്പുറത്തോട്ട് ആ കാലും തുണിയെല്ലാം വാഷിംഗ് മെഷീനകത്ത് എടുത്തിട്ട് കേട്ടോ. മഴ തകർക്കുവാ ഇവിടെ. വെറുതെ മഴയത്ത് ഫോണും നോക്കി കുറച്ചു നേരം ഇരിക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചോറൊക്കെ ഞാൻ വാർത്തിട്ടു. പിന്നെ ജാനിക്കുട്ടിയെ കൂപ്പൂനെയൊക്കെ ഒന്ന് വിളിച്ചു. എല്ലാവരും മഴയൊക്കെ ഇങ്ങനെ തണുപ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ എങ്ങനെയാണ് വരുന്നത്, അങ്ങോട്ടും പോകാൻ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞില്ല ഇന്ന് റെസ്റ്റ് എടുക്കണം. ഗുളിക ഇന്നലെ കഴിച്ചെങ്കിലും നമുക്കതൊന്ന് എഫക്റ്റായി വരണ്ടേ. പിന്നെ ഇന്ന് ജൂൺ 15 എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ അങ്ങനെ നമുക്ക് പോകണോ എന്താ പറയുക അങ്ങനൊന്നും ഇല്ലല്ലോ, അന്നൊന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഫാദേഴ്സ് ഡേ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അന്ന്. പക്ഷെ നമ്മള് സ്റ്റാറ്റസിലോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പം മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം നമ്മള് ആരുടെയൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോഴാണെങ്കിലും നമ്മൾ അവരെ പറ്റിയൊക്കെ ഓർക്കും. അതൊരു ഭാഗത്ത് അതൊരു നല്ല കാര്യമാണ് അല്ലേ. ചിലപ്പോൾ തോന്നും അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ അവരെ ഓർക്കാനുണ്ട്. അങ്ങനെ ഇല്ല, എന്നാലും കൂടുതൽ ഓർക്കാൻ ആ ദിവസങ്ങളൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും. പിന്നെ ഞാൻ ഫോൺ എടുത്ത് ഇൻസ്റ്റാ തുറന്നപ്പോഴും ഫേസ്ബുക്ക് തുറന്നപ്പോഴും എല്ലാം ഫാദേഴ്സ് ഡേയുടെ വീഡിയോസൊക്കെ വരും. അന്നേരം ഞാൻ എൻ്റെ പപ്പയുടെ കാര്യം കുറച്ചുകൂടി ഓർത്തു. പപ്പയെ പറ്റി ഓർക്കാറില്ലേ എന്നല്ല എൻ്റെ അർത്ഥം, കൂടുതലൊന്നും ഓർമ്മയിലോട്ട് വന്നു പോകാം. അപ്പോ ഞാൻ എപ്പോഴും ഓർക്കും പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനം എടുക്കുമ്പോൾ പപ്പ ഒരു അഭിപ്രായം പറയുമല്ലോ, അത് വേണോ വേണ്ടയോ, അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരമ്മയെക്കാളും കുറച്ചുകൂടെ പക്വതയോടെ ചിന്തിച്ച് പപ്പയ്ക്ക് തീരുമാനം പറയാൻ പറ്റുമായിരുന്നായിരിക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. ഡിസംബറിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ഫീസ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന രാത്രിയാണ് പപ്പ മരിക്കുന്നത്. അപ്പോ പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതം ശരിക്കും അങ്ങനെയാണ്. പപ്പ എന്തായിരുന്നു എന്നുള്ളത് പിന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് വരെ ഞാൻ എന്താ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചതിന് ശേഷം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആകുലതപ്പെട്ട അമ്മയുടെ മുഖമൊക്കെ കാണുമ്പോൾ ഞാനത് വിചാരിച്ചിട്ടുണ്ട്. ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അമ്മ അങ്ങനെ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് എപ്പോഴും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്തയായിരുന്നു.
ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്റെ കല്യാണമൊക്കെ ആ പ്രായത്തിൽ നടപ്പില്. അതുകൊണ്ട് എന്റെ ജീവിതം പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്തൊന്നും എന്റെ കല്യാണം നടക്കില്ല. കുറച്ചുകൂടെ ഒരുപാട് വലിയ ലെവലിലൊന്നും എത്തിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ ഒക്കെ ഒരു താമസം വന്ന കല്യാണം എനിക്ക് പഠിക്കണമെന്നൊക്കെ പപ്പയോട് എനിക്ക് പറയാമായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഒരു പ്രായമായതിനു ശേഷം ഒരു കല്യാണമൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ ഓർക്കും. നമുക്ക് വിധി പോലെ വരുവുള്ളൂ. എന്നാൽ തന്നെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു എന്റെ ജീവിതം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഒരു കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കാനും ഒക്കെ ഒരപ്പനുള്ള എത്രയോ വലിയ ധൈര്യമാണ് പെൺമക്കൾക്ക്, അല്ലേ? എനിക്ക് എന്റെ പപ്പയുണ്ട്, പപ്പയോട് പറയാൻ പറ്റും എന്നൊരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊരു ആശ്വാസം തന്നെയാണ്. അതൊന്നുമില്ലാതെ ഒരു ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ഒരു ചിന്തയും നമ്മളോട് പെരുമാറുന്ന ഒരനുഭവങ്ങൾ വരുമ്പോൾ നമ്മള് അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ആ ഒരു ശൂന്യത എന്താണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു കാര്യമാണ്, ഓരോ തവണ ഞാൻ കരയുമ്പോഴും എന്റെ പപ്പയുടെ അടുത്ത് വരും, എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ആ ഒരു സ്നേഹവും കരുതലും എന്റെ മക്കൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമവും എനിക്കുണ്ട്. അത് രണ്ട് വീട്ടിലും അപ്പൂപ്പന്മാരില്ലായിരുന്നു. അവരുടെ ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു സ്നേഹവും സ്ഥാനവും ഒരു വാത്സല്യവും ഒക്കെ പ്രത്യേകതകൾ തന്നെയാണ്, അല്ലേ? പിന്നെ അപ്പച്ചന്മാരെന്ന് മാത്രമല്ല, അവർക്ക് ചുരുക്കത്തിൽ അവരുടെ അപ്പന്റെ സ്നേഹം പോലും അവർക്ക് കിട്ടാതെ പോയി. അതൊക്കെ തീവ്ര വേദനകൾ തന്നെയാണ്, തീരാ ദുഃഖങ്ങൾ തന്നെയാണ്. അതാണ് പലപ്പോഴും പറയാറുള്ളത്, ഓർത്ത് സങ്കടപ്പെടാറുള്ളത്. അതിനൊന്നും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. മഴ പെയ്യുമ്പോൾ അറിയാതെ എനിക്ക് സങ്കടം വരും. ഞങ്ങളെ ഓരോരുത്തരും ഓർത്ത് സങ്കടം വരും. തണുപ്പ് കുറച്ച് മുഴുവനൊക്കെ കിടക്കുമായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു മൂഡ് എനിക്ക് തോന്നിയില്ല. വെറുതെ ചോറുണ്ണ അമ്മയുടെ അടുക്കേന്ന് കോഴിക്കുട്ടൻ ചക്ക വേവിച്ചതും കിളിമീൻ വറുത്തതും കിളിമീൻ കറിയും എടുത്തിട്ട് വന്നു. നമുക്ക് മോരുകറി, ചോറ് വിരിപ്പാണ്. സാമ്പാർ ഞാൻ എടുത്തില്ല, നമുക്കത് കൂട്ടി കഴിക്കാം കേട്ടോ. ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ഇട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. ചോറുണ്ട് എടുത്തിടാന്ന് വിചാരിച്ച്. അതുപോലെ എനിക്ക് തണുക്കും, ഒന്നും ചെയ്യാൻ വയ്യ എനിക്ക്. ഒന്നും ചോറ് മോനുകുട്ടോ, മോനു വായോ, ഇവിടെ വെക്കട്ടെ ചക്ക? ഇവിടെ അയ്യോ, ചോറ് വേണ്ടേ? ഇച്ചിരി ചോറ് ഇച്ചിരി ഇടങ്ങ് എടുക്കാം. ഇച്ചിരി ഉണ്ണക്ക മതി. പിന്നെ കഴിക്കുന്ന എന്തിനും ഒരു ഉള്ള ചോറായിട്ട് ചക്ക അതാ കൊറേ ഒഴിക്കണ്ടേ ചക്കയുടെ ചുറ്റും പുള്ളി ഒഴിക്കും. ഞാൻ പറയാൻ നിർത്താൻ പറഞ്ഞില്ല. മോരുടെ അകത്ത് കുളിക്കാൻ നിൽക്കുമോ? വിശപ്പില്ല, തീരെ വിശപ്പില്ല, എന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ ചോറുണ്ടാക്കും, പണി ഒന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കലും മാത്രമാണ് ഇന്നത്തെ ജീവിതം. പണിയില്ലെന്നല്ല തന്നെ, കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കാനും തുണി വിരിക്കാനും ഒക്കെ ഉണ്ട്. ചോറ് വിളമ്പാം. ചക്ക ഉള്ളത് കൊണ്ട് കുറച്ച് ചോറ്. ഇന്നത്തെ സ്പെഷ്യൽ ചെറിയ കിളിമീനായിരുന്നു, കുറച്ച് ചാറ് ഇങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് കിളിമീൻ വറുത്തത്. അതുകൊണ്ട് ചോറ് വിളമ്പി കഴിക്കാൻ പോവാണ്. മോൻകുട്ടൻ കഴിക്കാനിരുന്നേ. അപ്പൊ കഴിക്കട്ടെ പ്രിയങ്ങളെ.
എല്ലാവരും കഴിച്ചോ? മഴയായിട്ട് കഴിക്കാൻ പറ്റിയ സാധനം ചക്ക. സൂപ്പറായിട്ട് കേട്ടോ. കഴിക്കട്ടെ. എവിടാ മഴയത്ത് എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ വയ്യ മോന് കൂട്ടാ. ഞാൻ പേടിക്കും. എന്തോന് പോവാ തണുപ്പത്ത്? അല്ല, കുഞ്ഞോന് കുറെ നാളായല്ലോ. കുഞ്ഞുമാരും ചിലപ്പം അന്നേരം കാണാം. ഓ, പോയിട്ടില്ലേ? 3 മണിയാണ് പോയിട്ട് ഇപ്പൊ അങ്ങ് വരാം. അമ്മയ്ക്ക് എങ്ങോട്ടും വരാൻ വയ്യ. പൊന്നു മോനെ അമ്മയ്ക്ക് വയ്യാത്ത. ഇല്ലില്ല, ഒട്ടും വയ്യാത്തോണ്ട. ഓ, ബലൂണ് വീർത്തിരിക്കുകയാണ്. ബലൂണ് വീർത്തിരിക്കുകയാണ്. ഞാൻ അമ്മോട് അമ്മയോട് പെണങ്ങല്ലേ, അമ്മയ്ക്ക് വേറെ ആരും ഇല്ലേ കേട്ടോ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം. അടുക്കളയൊന്നും വൃത്തിയാക്കി പൂത്തൊക്കെ വാരിയിട്ട് തുണികളെല്ലാം എടുത്ത് വിരിക്കണം. അടുത്ത ഒരു സെക്ഷൻ കൂടി ഇടാനുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ്, കാരണം ഏറെ തുണികളുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് കഴിഞ്ഞ ദിവസം കഴുകിയത്. അപ്പൊ അന്നത്തെയും കൂടെ ഇന്ന് കുറെ ഉണ്ട്. ഇന്നിപ്പം അങ്ങ് കഴുകി ഇടാം എന്ന് വിചാരിച്ചു. കൂട്ടി കൂട്ടി ഇട്ടാലും പിന്നെയും പാടൽ. പാത്രം കഴുകുന്നതാണ് വലിയൊരു ജോലി. പോവല്ലോ. ഓരോന്നോരോ നിർത്തി ഇവിടെ ഇവിടെയൊക്കെ വിരിക്ക്. പൊട്ടിപ്പോവല്ലോ. മോനുകുട്ടന്റെ ഡ്രസ്സായിരുന്നു ആദ്യത്തെ ഭാഗം എല്ലാം കഴുകിയത് കേട്ടോ. അതെല്ലാം കഴുകി വിരിച്ചു. പിന്നെ കേട്ടോ കുളിക്കാൻ നേരത്ത് വൈകിട്ട് ഇപ്പോഴല്ല, ബ്ലീച്ചിങ് പൗഡർ അങ്ങോട്ട് കൊണ്ടിടാം. എല്ലാം ക്ലീൻ ചെയ്തു, തൂത്ത് വാരി. പിന്നെ അടുത്ത ഒരു സെക്ഷൻ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം പായല കൊറേ ഇടണേ. രണ്ട് ഗുളിക വിഴുങ്ങാനുണ്ട് പ്രിയങ്ങളെ. ഇതൊക്കെ വിഴുങ്ങിയിട്ട് ഞാനൊന്ന് കിടക്കാൻ പോവാണ്. കിടപ്പല്ലാതെ ഇന്ന് വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കരുത്. വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ആഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസവും നമ്മൾ ഓട്ടമല്ലേ. അപ്പം കഴിച്ചേച്ചൊന്ന് കിടക്കട്ടെ, പിന്നെ കാണാം കേട്ടോ. വന്നപ്പോൾ മേടിച്ചേ കുടയില്ലായിരുന്നല്ലോ. പിന്നെ നമ്മുടെ കുട്ടിപ്പാട്ടാളം കൊണ്ട് പോകുന്നു. പാപ്പലോ പൂയലെ പൂയലെ ഇവിടെ പാപ്പലെ ഇവിടെ. കുഞ്ഞിനെ താഴെ ഇടല്ലേ, തെന്നി വീണ എന്നാണല്ലോ അവിടെ. ഇതങ്ങോട്ട് വെച്ചിട്ട് താക്കോൽ എടുത്തോണ്ട് വരാൻ, താക്കോൽ എടുത്തോണ്ട് ഇവിടെ തുറക്കാൻ. പിന്നെ ഇത് കൊണ്ടുവെക്ക. തെന്നരുത്, അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് തെന്നി കിടക്കുക കേട്ടോ. മാമിയുടെ മേടിക്കും പാല്.
ഹായ്. അയ്യോ. കുഞ്ഞിനെ പിടിച്ചോണേ. നമ്മുടെ പുതിയ റസ്ക് എത്തിയേ, മാമി റസ്ക് കൊണ്ടുവന്നായിരുന്നല്ലോ. ഈ ബ്രിയോഷസ് ഇഷ്ടമായില്ലേ? കുഞ്ഞിന്റെ കയ്യിലുണ്ട്. അത് ഈ പ്രളൻസിലെല്ലാം സിനിമ തിരിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമ ഇഷ്ടമല്ല. ആ ശരിയാണ്, അത് കഷ്ടമായി പോയി. എനിക്ക് ഇതൊരെണ്ണം വേണം. അന്ന് അത് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ആ ഓവി കൂടെ വെള്ളം പോകും. അതെ, ഓ എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തോ ഉത്തരവാദിത്തമാ. ആ കെട്ടിപ്പിടിച്ചിരിക്കേ. ആ എല്ലാവരും പോയി. നമ്മളിങ്ങനെ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓനുകുട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഇനിയും പോയി തൂത്തുവാരണം, കുളിക്കണം, പ്രാർത്ഥിക്കണം, വീണ്ടും വല്ലതും കഴിക്കണം, കിടക്കണം. അത്രയേ ഉള്ളു. കരിയാപ്പില തീർന്നായിരുന്നു, അതൊക്കെ എടുത്തോണ്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ, തണുപ്പ് പിടിച്ചിട്ട് എനിക്ക് ദേഹത്തെല്ലാം വേദന എടുക്കണം. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. അന്നേരം ജാനിക്കുട്ടിയും കൂപ്പും വന്നത്. അങ്ങോട്ട് വിളിച്ച് എനിക്ക് എഴുന്നേക്കാനും നടക്കാനും വയ്യാതെ തണുപ്പായിരുന്നു. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തിട്ടൊന്ന് ഉഷാറായിട്ട് അങ്ങോട്ട് പോയതാ കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാൻ ചൂടുവെള്ളത്തിൽ. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മോനിക്കോട്ടിന് അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടതൊന്ന് തേച്ച് കഴുകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ പണികളൊക്കെ ഒതുക്കിയിട്ട് വിളക്ക് കത്തിക്കട്ടെ. ഒരാളവിടെ എല്ലാം തേച്ച് കഴിയും കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ ഇട്ടേക്കുമായിരുന്നു. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നാ നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, ഫോണിന് ചാർജ് ഇല്ലായിരുന്നു, ചാർജ് ചെയ്തു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, 2-3 നൈറ്റിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ തയ്ച്ചു. പിന്നെ കുളിക്കാൻ വെള്ളം തിളപ്പിക്കട്ടെ. 8 മണിയാവാറായി, നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കണം.
മഴയാണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. നിറയെ അടച്ചിട്ടേക്കും കേട്ടോ. രാവിലെ അവിടെ നമ്മള് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം തേച്ച് എഴുതി വൃത്തിയാണ്. കാര്യമൊന്നുമില്ല, ഈ മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ വീണ്ടും അത് അങ്ങനെ തന്നെയാവും. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ആയിരുന്നു. റെസ്റ്റ് എടുപ്പും കഴിപ്പും കിടപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഇനി വീണ്ടും പഴയ പോലെ നാളെ രാവിലെ ജോലിക്ക് പോകണം. മോനിക്കുട്ടന്റെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് ശനിയാഴ്ച കിട്ടിയത്. നാളെയാണ് മോനിക്കുട്ടൻ ആദ്യമായിട്ട് യൂണിഫോമിൽ പോകുന്നത്. ഈ വർഷത്തെ പുതിയ യൂണിഫോം ഇട്ടുകൊണ്ട് നാളെയാണ് പോകുന്നത്. പോയി കാറ്റ് ഉണ്ടായ കാര്യമില്ല. എന്നാ ഞാൻ കഴിക്കട്ടെ? അപ്പൊ ഞാൻ കഴിക്കാം. അപ്പൊ മോനിക്കുട്ടിന് കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയില്ല കേട്ടോ. ചോറെടുത്തു, പിന്നെന്താ ചക്ക വേവിച്ചതെടുത്തു, ഒരു കറി. മോനിക്കുട്ടന് മീൻ വറുത്തത് വേണം. 2 കുഞ്ഞുമീൻ ഇരിപ്പുണ്ട്, അത് മോനിക്കുട്ടന് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് മതി. കഴിക്കട്ടെ പ്രിയങ്ങളെ. ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മുടെ ആയുസ്സിലേക്ക് ചേർത്ത് വെച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ. ടാറ്റ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.